ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു XYLEM. ഇറ്റ്സ് മീ അബ്ദുല്ല ബക്കർ, നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ പുതിയ ഫാക്കൽറ്റി ആണ്. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ഒരു തമ്മിൽ കാണുന്ന സമയത്ത് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ അധ്യായമൊന്നുമല്ല, പക്ഷെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ടെന്നൊരു സംശയം 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആണ് സാറേ എന്നുള്ള സംശയങ്ങളൊക്കെ പല മക്കൾക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇത് നിങ്ങളുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മക്കളെ. അതേസമയം തന്നെ ഇത് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള, അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്ന, ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത് 7ാം ക്ലാസ്സിലുണ്ട്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പല CBSE പല ടെക്സ്റ്റിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ കാര്യങ്ങളെ പഠിക്കാനുണ്ട്. അപ്പോൾ 1857 ഉണ്ടായിട്ടുള്ള 1ാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. അപ്പൊ പല മക്കളും ചോദിക്കുന്നുണ്ടാവും, അപ്പൊ അതുവരെ ഒരു സമരവും ഉണ്ടായിരുന്നില്ലേ സാറേ, അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ഇന്ത്യക്കാർ പ്രതിഷേധിച്ചിരുന്നില്ലേ, ചെറുത്തു നിന്നിരുന്നില്ലേ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ആർക്കുണ്ടാവും, പല മക്കൾക്കും ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് 1857 ആരംഭിച്ചിട്ടുള്ള ഈ ഒരു സമരത്തെ നമ്മൾ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് തന്നെ പറയാനുണ്ട്. അപ്പൊ ഈ ഒരു കലാപത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ശിപായിമാരാണ്, അല്ലെങ്കിൽ മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കലാപം ആരംഭിച്ചിട്ടുള്ളതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാപത്തെ ബ്രിട്ടീഷുകാർ എന്തും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്, ശിപായി റബലിയൻ അല്ലെങ്കിൽ ശിപായി ലഹള എന്നാരും വിശേഷിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഈ ഒരു സമരത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് മക്കളെ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിൽ ഇത് ശിപായി ലഹളയാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തായിരുന്നു മക്കളെ, ഇത് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമായിരുന്നു. അതിനുള്ള കാരണമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് ഈ ഒരു റബലിയന്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ മൂവ്മെന്റ് നമ്മൾ വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞാല്, ഇന്ത്യയുടെ ഡിഫറെന്റ് സെക്ടേഴ്സിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു സമരം നടത്തിയിരുന്നില്ല ഇന്ത്യ ചരിത്രത്തിൽ ഇതിനു മുമ്പ്. അപ്പൊ എല്ലാ ആളുകളും, വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടിയത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നത്, 1ാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര മുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു എന്ത്, ഇന്ത്യയുടെ 1857 നടന്നിട്ടുള്ള ഈ ഒരു സമരം എന്ന് നമുക്ക് കാണാൻ പറ്റും മക്കളെ. അപ്പോ ഇവിടെ നമ്മൾ നിങ്ങളെ പിക്ചർ കാണുന്നുണ്ടാവും, മംഗൽ പാണ്ഡെയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കേട്ടിട്ടുണ്ടോ? ഈ ഒരു പിക്ചറിൽ കാണുന്ന ആളെ കുറിച്ച് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹമാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം ആരംഭിച്ചത് എന്ന് പറയുമ്പോൾ പല കുട്ടികളും ചോദിക്കാണ്, അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത് സാറേ, അല്ലെങ്കിൽ ഇതിനെ എന്തുകൊണ്ടാണ് ശിപായി റബലിയൻ എന്ന് വിളിച്ചിട്ടുള്ളത് സാറേ, ഇങ്ങനെ പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെയുള്ള പ്രതിവിധിയാണ് മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരു സൈനികൻ. അദ്ദേഹത്തോട് എന്ത് ചെയ്യാണ്, അന്ന് ഒരു ചെറിയ റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എന്താ പറയാ, അന്നുണ്ടായിരുന്ന തിരകളിൽ, അല്ലെങ്കിൽ തോക്കിൽ നിറയ്ക്കേണ്ട തിരകളില് പന്നിയുടെയും പശുവിന്റെ ഒക്കെ കൊഴുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടായിരുന്നുള്ള ചില പ്രചാരണങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ഉപയോഗിക്കാൻ വിസമ്മതിച്ചിരുന്ന, അല്ലെങ്കിൽ അന്നത്തെ എന്താ പറയാ, നമ്മുടെ ഇന്ത്യക്കകത്താണെങ്കിൽ ജാതിപരമായിട്ടും മതപരമായിട്ടൊക്കെ വലിയ വിശ്വാസ്യത ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇത് ഉപയോഗിക്കാൻ വിസമ്മതിച്ചിരുന്ന ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരെ എന്താ പറയാ സപ്രസ് ചെയ്തുകൊണ്ട്, അടിച്ചമർത്തിക്കൊണ്ട് അത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് ആര് ട്രീറ്റ് ചെയ്തിരുന്നത്, ബ്രിട്ടീഷുകാരെ ട്രീറ്റ് ചെയ്തിരുന്നത്. അതിന് വിസമ്മതിച്ചുകൊണ്ട്, അതിനെ എതിർത്തുകൊണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ എന്താ പറയാ മർദ്ദിക്കുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു മംഗൽ പാണ്ഡെ. അങ്ങനെ മംഗൽ പാണ്ഡെ അത് ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്നു. അദ്ദേഹത്തെ എന്താണ് പ്രഷർ ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥനെ അദ്ദേഹം കൊലപ്പെടുത്താണ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മംഗൽ പാണ്ഡെ ആര് വധിക്കാണ്, ബ്രിട്ടീഷുകാർ വധിക്കാണ്. ഈ ഒരു ഇവന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് കൂടിയാണിത്. കാരണം എന്താ പറയാ, ഇത് വിസമ്മതിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാണ്, കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് മറ്റ് ശിപായിമാർക്ക്, അല്ലെങ്കിൽ അത് മറ്റ് സൈനികരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നുള്ളത് തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുകയും അവർ ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്യാണ് മക്കളെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു സമരത്തെ എന്ത് പേരിട്ട് വിളിക്കുന്നത്, ശിപായി ലഹള എന്ന് പേരിട്ട് വിളിക്കുന്നത്. പക്ഷെ ഈ ഒരു സമരത്തിന് സൈനികർ മാത്രമായിരുന്നില്ല നേതൃത്വം കൊടുത്തിരുന്നത്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുള്ള രാജാക്കന്മാരടക്കം, അല്ലെങ്കിൽ കർഷകരടക്കം എല്ലാ വിഭാഗങ്ങളും, എന്താ പറയാ കരതൊഴിലാളികളാവട്ടെ, അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എന്ത് ചെയ്തിരുന്നു, ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. അപ്പൊ നമുക്കതിനെ ഒരു വിഭാഗത്തിന്റെ മാത്രം സമരമായി കാണാൻ പറ്റില്ല, ഇന്ത്യയുടെ സമരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ ഈ സമരത്തെ എന്ത് വിളിക്കുന്നത്, 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിൽ ബഹദൂർ ഷാ രണ്ടാമനെയാണ്
ഡൽഹിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തെയാണ് എന്തായി പ്രഖ്യാപിക്കുന്നത്, ഇന്ത്യൻ ചക്രവർത്തിയായിട്ട് സമരാനുകൂലികൾ എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇനി എന്ത് വേണ്ട, ബ്രിട്ടീഷുകാരുടെ അണ്ടറിലുള്ള ഒരു ഭരണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭരണാധികാരി ആരായിരിക്കണം, ഇന്ത്യക്കാരായിരിക്കണം എന്നൊരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്യാണ്, ഇന്ത്യയുടെ ചക്രവർത്തിയാണ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ സമരത്തിന് നാനാഭാഗങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള വിവിധ ആളുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ വിവിധ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. നാനാ സാഹിബ്, അതുപോലെ തന്നെ താന്തിയ തോപ്പി, അതുപോലെ തന്നെ ബീഗം ഹസ്രത്ത് മഹൽ ഉണ്ട്, അതുപോലെ തന്നെ ഝാൻസി റാണിയെ കുറിച്ചൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ കൻവർ സിംഗ്, അതുപോലെ തന്നെ മൗലവി അഹമ്മദുല്ല, ഇങ്ങനെ നിരവധി നേതാക്കന്മാര് നിരവധി ഇടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് മക്കളെ. അപ്പൊ നമുക്കിതിനെ കേവലം ഒരു ശിപായി ലഹളയായിട്ട് മാത്രം വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇത് ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ഡോട്ടൺ ഓഫ് ലാബ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമത്തിനെതിരായിട്ട് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ കർഷകർക്കെതിരെയുള്ള നികുതി നയത്തിനെതിരായിട്ട് കർഷകരുടെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ കൊള്ള പലിശക്കാർക്കെതിരായിട്ട് എന്താ പറയുക സാധാരണക്കാരുടെ ഭാഗത്തുനിന്ന്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും അതിന്റെ കൂടെ സൈനികരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേർന്ന് നടത്തിയിരുന്ന ഒരു സമരമായിരുന്നു എന്ത് 1857 നടന്നിരുന്നത്. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നത്, 1857 സമരം ഒരു ശിപായി ലഹളയല്ല, എന്തായിരുന്നു മക്കളെ, ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ. അപ്പൊ ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, മറ്റ് സമരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ കുറെ സമര നായകരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, അവർ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നേതൃത്വം കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം മക്കളെ. ബൈ ബൈ.